Ignite Physics. Concept to Clarity. ഹലോ, നമുക്ക് ചുറ്റും എപ്പോഴും പ്രവർത്തിക്കുന്ന, എന്നാൽ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ചില അദൃശ്യ ശക്തികളുണ്ട്. ആ ശക്തികളെക്കുറിച്ചുള്ള രസകരമായ ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഈ എക്സ്പ്ലെയിനറിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. നേരെ വിഷയത്തിലേക്ക് തന്നെ കടക്കാം, അല്ലേ? ഇതൊന്നാലോചിച്ചു നോക്കൂ. നമ്മൾ വെയിലത്ത് ഒരു ബലൂൺ വെക്കുന്നു. കുറച്ചു കഴിയുമ്പോൾ അത് തനിയങ്ങ് പൊട്ടിപ്പോകും. ഇത് നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ള ഒരു സാധാരണ കാര്യമാണ്. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന്? ഈ ഒരു ചെറിയ പ്രതിഭാസത്തിന് പിന്നിലെ രഹസ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ അദൃശ്യ ശക്തിയെക്കുറിച്ചാണ്. പ്രധാനമായും 3 കാര്യങ്ങൾ: കണികകളുടെ എണ്ണം, താപനില, പിന്നെ വ്യാപ്തം. ഇവ എങ്ങനെയാണ് മർദ്ദത്തെ സ്വാധീനിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതോടൊപ്പം മർദ്ദം എല്ലാ ദിശകളിലേക്കും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ എന്താണ് ഈ വാതക മർദ്ദം അഥവാ ഗ്യാസ് പ്രഷർ എന്ന് നോക്കാം. ഇതിനായി നമുക്ക് ചെറിയ കണികകളുടെ ലോകത്തേക്ക് ഒന്ന് പോയി നോക്കേണ്ടതുണ്ട്. നമ്മൾ നിത്യജീവിതത്തിൽ എപ്പോഴും അനുഭവിക്കുന്ന ഒന്നാണിത്. വണ്ടിയിൽ കാറ്റടിക്കാൻ പോകുമ്പോൾ മെക്കാനിക്ക് ടയറിലെ പ്രഷർ ചെക്ക് ചെയ്യുന്നത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. യഥാർത്ഥത്തിൽ ആ ടയറിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വല്ല ഐഡിയയുമുണ്ടോ? വളരെ ലളിതമായി പറഞ്ഞാൽ ഈ വാതക കണികകളെ ചെറിയ തുള്ളിച്ചാടുന്ന പന്തുകളായിട്ടൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ഈ പന്തുകൾ ഒരു പ്രതലത്തിൽ തുടർച്ചയായി വന്ന് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കൂട്ടിയിടികൾ ഉണ്ടാക്കുന്ന ആ ഒരു ഫോഴ്സ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഗ്യാസ് പ്രഷർ എന്ന് വിളിക്കുന്നത്. ചുരുക്കത്തിൽ എത്രത്തോളം ആ പന്തുകൾ വന്നിടിക്കുന്നുവോ അത്രത്തോളം അവിടെ പ്രഷർ കൂടുതലായിരിക്കും. സിമ്പിൾ. ശരി, ഇനി ഈ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ആദ്യത്തെ കാര്യം നോക്കാം: കണികകളുടെ എണ്ണം. നമ്മളൊരു ബലൂൺ ഊതി അതിന്റെ പരമാവധി വലിപ്പത്തിൽ വീർപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ കൂടുതൽ കാറ്റ് അതിനകത്തേക്ക് തള്ളിക്കയറ്റുകയാണ്, അല്ലേ? അതായത് ഒരുപാട് വാതക കണികകളെ ഒരേ സ്ഥലത്തേക്ക് നമ്മൾ പാക്ക് ചെയ്യുകയാണ്. അങ്ങനെ കണികകളുടെ എണ്ണം കൂടുമ്പോൾ എന്താവും അവസ്ഥ? കൂടുതൽ പന്തുകൾ ബലൂണിന്റെ ഉള്ളിലെ ഭിത്തികളിൽ വന്ന് ഇടിക്കാൻ തുടങ്ങും. ഈ കൂട്ടിയിടികൾ കൂടുമ്പോൾ സ്വാഭാവികമായും മർദ്ദവും അങ്ങ് കൂടും. വളരെ ലളിതമായൊരു ലോജിക്കാണിത്. കണികകളുടെ എണ്ണം കൂടിയാൽ ഗ്യാസ് പ്രഷറും കൂടും. ഇനി രണ്ടാമത്തെ നിയമം, താപനില അഥവാ ടെമ്പറേച്ചർ എങ്ങനെയാണ് ഇതിനെ ബാധിക്കുന്നത് എന്ന് നോക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞ ആ വെയിലത്ത് വെച്ച് ബലൂണിന്റെ കാര്യം ഓർമ്മയില്ലേ? ആ രഹസ്യം ഇതാണ്. ചൂട് എന്ന് പറയുന്നത് ഈ അദൃശ്യ കണികകൾക്ക് കിട്ടുന്നൊരു എനർജി ഡ്രിങ്ക് പോലെയാണ്. ചൂട് കൂടുമ്പോൾ ഈ പന്തുകൾക്ക് വല്ലാത്തൊരു ഊർജ്ജം വരും. പിന്നെ അവ ഭയങ്കര സ്പീഡിലും ശക്തിയിലും വന്ന് ഇടിക്കാൻ തുടങ്ങും. അങ്ങനെ ഇടിച്ചിടിച്ച് പ്രഷർ കൂടി താങ്ങാൻ പറ്റാതെ വരുമ്പോഴാണ് ആ ബലൂൺ പാവം പൊട്ടിപ്പോകുന്നത്. ആശ്ചര്യകരമായ കാര്യം എന്താണെന്നാൽ ഇതേ സംഭവം തന്നെയാണ് നമ്മുടെ വീട്ടിലെ പ്രഷർ കുക്കറിലും നടക്കുന്നത്. നമ്മൾ തീ കൂട്ടുമ്പോൾ, അതായത് ചൂടാകുമ്പോൾ, കുക്കറിനുള്ളിലെ വാതക കണികകളുടെ ഊർജ്ജം കൂടുകയും പ്രഷർ അതിവേഗം കുതിച്ചുയരുകയും ചെയ്യും. അങ്ങനെ ആ ഉയർന്ന പ്രഷറിലും ചൂടിലുമാണ് നമ്മുടെ ഭക്ഷണം വളരെ വേഗത്തിൽ വെന്ത് കിട്ടുന്നത്. കേൾക്കുമ്പോൾ രസകരമായി തോന്നുന്നില്ലേ? ഇനി മൂന്നാമത്തെയും അവസാനത്തെയും കാര്യം നോക്കാം: വ്യാപ്തം അഥവാ വോളിയം കുറയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു സിറിഞ്ചിന്റെ മുൻവശത്തെ ദ്വാരം വിരൽ വെച്ച് അടച്ചുപിടിച്ചിട്ട് അതിന്റെ പിസ്റ്റൺ പുറകോട്ട് വലിച്ചുവിട്ട് നോക്കിയിട്ടുണ്ടോ? അത് പെട്ടെന്ന് തന്നെ പഴയ സ്ഥലത്തേക്ക് തെറിച്ചുപോകുന്നതായി കാണാം. ആ പ്രഷർ ഡിഫറൻസ് കാരണമാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ എന്താ നടക്കണമെന്ന് വെച്ചാല് നമ്മള് ആ വാതകത്തിന് നിൽക്കാനുള്ള സ്ഥലം കുറയ്ക്കുകയാണ്. അപ്പോ ഈ കണികകൾക്ക് ഫ്രീ ആയിട്ട് ഓടി നടക്കാൻ സ്ഥലമില്ലാതാവും. സ്ഥലം കുറയുമ്പോൾ അവ കൂടുതൽ തവണ ഭിത്തികളിൽ വന്നിടിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാല് വോളിയം കുറയുമ്പോൾ പ്രഷർ ഭയങ്കരമായിട്ടങ്ങ് കൂടും. അപ്പോൾ പ്രഷർ മാറുന്നത് എങ്ങനെയെന്ന് നമ്മൾ കണ്ടു. ഇനി വാതകങ്ങളും അതുപോലെ ഖരവസ്തുക്കളും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം നോക്കാം. ഇപ്പോ നമ്മൾ ഒരു കട്ടിയുള്ള വസ്തു, ഉദാഹരണത്തിന് ഒരു ഇരുമ്പ് കട്ടി, അതൊരു കിടക്കയിൽ വെച്ചാൽ ഗുരുത്വാകർഷണം കാരണം അത് താഴേക്ക് മാത്രമേ പ്രഷർ കൊടുക്കൂ. പക്ഷെ ഗ്യാസ് അങ്ങനെയല്ല. നമ്മളൊരു ബലൂൺ ഊതുമ്പം അത് താഴേക്ക് മാത്രമല്ലല്ലോ വികസിക്കുന്നത്, അതെല്ലാ വശങ്ങളിലേക്കും ഒരുപോലെ വീർത്തുവരും. അതായത് വാതകങ്ങൾ ഖരവസ്തുക്കളെപ്പോലെ താഴേക്ക് മാത്രമല്ല എല്ലാ ദിശകളിലേക്കും തുല്യമായിട്ടാണ് മർദ്ദം പ്രയോഗിക്കുന്നത്. അവസാനമായി സ്ട്രോസുകളിൽ നിന്നുള്ള തല പുകയ്ക്കുന്ന ഒരു രംഗം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാം. ഒരു ഗ്ലാസ്സിൽ നിറയെ വെള്ളമെടുത്ത് അതിനു മുകളിൽ ഒരു കാർഡ്ബോർഡ് വെച്ച് അടച്ചിട്ട് ഗ്ലാസ് പതുക്കെ തലകീഴായി പിടിച്ചാൽ വെള്ളം താഴെ പോകില്ല. എന്തുകൊണ്ടായിരിക്കും അത്? ശരിക്കും ഗ്രാവിറ്റി ആ വെള്ളത്തെ താഴേക്ക് വലിക്കേണ്ടതല്ലേ? ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്ന് കേട്ടാൽ നമ്മൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോകും.
താഴേക്ക് വീഴാൻ നോക്കുന്ന ആ വെള്ളത്തിന്റെ മുഴുവൻ ഭാരത്തെയും താങ്ങി നിർത്തുന്നത് മറ്റാരുമല്ല, പുറത്തുള്ള വായു ആ കാർഡ്ബോർഡിലേക്ക് മുകളിലേക്ക് കൊടുക്കുന്ന ആ ഒരു പ്രഷറുണ്ടല്ലോ, അന്തരീക്ഷ മർദ്ദം, അതാണ് കാരണം. അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ, എല്ലാ വശത്തേക്കും വ്യാപിക്കുന്ന ഈ വായുവിന്റെ മർദ്ദം യഥാർത്ഥത്തിൽ എത്രത്തോളം ശക്തമാണ്? അങ്ങനെയെങ്കിൽ നമ്മുടെ തലയ്ക്കു മുകളിലുള്ള ഈ വലിയ ആകാശത്തിന് ശരിക്കും എത്രത്തോളം ഭാരമുണ്ടായിരിക്കും? ആലോചിക്കാൻ തന്നെ വല്ലാത്തൊരു കൗതുകം തോന്നുന്നില്ലേ? ഈ ചോദ്യവും മനസ്സിൽ വെച്ചുകൊണ്ട് വാതകമർദ്ദത്തെക്കുറിച്ചുള്ള ഇന്നത്തെ ഈ വിശകലനം നമ്മളിവിടെ നിർത്തുകയാണ്. വീണ്ടും കാണാം.